അറിവിൻ്റെയും സാധൂകരണത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ളത് കമ്മിറ്റിയാണ് എന്നുള്ളതാണ് ആ കാഴ്ചപ്പാട്. ഈ ലെനിനിസ്റ്റ് സംഘടന തത്വം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണോ? ആണ്. എന്താ കാരണം? സാൽക്കിയ പ്ലീനം തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗായിട്ട് നമ്മളിപ്പോൾ ചേരും. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണോ? അല്ല. എന്താ കാരണം? അത് ഭറ്റിൻ്റെ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അത്ര മതി. വർഗീയ പാർട്ടിയാണോ? ആണ് എന്നുള്ളതിനുള്ള സാധൂകരണം സാൽക്കിയ പ്ലീനം തീരുമാനിച്ചു. അല്ല എന്നുള്ളതിന് സ്വാധീനം ഭറ്റിൻ്റെ കോൺഗ്രസ്. ഇത്ര മതി. ഭറ്റിൻ്റെ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത്, ആ കമ്മിറ്റി തീരുമാനിച്ചിട്ട് അത്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ അവസാന വാക്ക് കമ്മിറ്റിയാണ്. അറിവിൻ്റെയും സാധൂകരണത്തിൻ്റെയും നൈതികതയുടെയും ധാർമ്മികതയുടെയും എല്ലാം അവസാന വാക്ക് കമ്മിറ്റികളാണ് എന്നൊരു കാഴ്ചപ്പാടാണ്. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ അത് സ്വീകരിക്കപ്പെട്ടിരുന്നു. ഈ ലെഫ്റ്റ് ഫ്രട്ടേണിറ്റിയിൽ പോലും സ്വീകരിക്കപ്പെട്ടിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അറിവും സാധൂകരണവും ജ്ഞാനവും എല്ലാം വികേന്ദ്രീകരിക്കപ്പെട്ട ഒരു കാലമാണ്. ആളുകൾക്ക് പല സ്വഭാവത്തിൽ കമ്മിറ്റികൾക്കപ്പുറത്തുമുള്ള ജ്ഞാനത്തിൻ്റെ സ്രോതസ്സുകളുള്ള ഒരു കാലമാണ്. ആ കാലത്ത് ഇത്തരം ഉഡായിപ്പ് ന്യായങ്ങളുമായിട്ട് ഒരു ജില്ലാ സെക്രട്ടറി പത്രസമ്മേളനം നടത്തി വിശദീകരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പരിഹാസ്യമാവുകയുള്ളൂ. ഇവിടെ ഒരു രക്തസാക്ഷിയുടെ കുടുംബത്തിന് വേണ്ടി പിരിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ടാണ് പാർട്ടിയുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു പാർട്ടി ഘടകത്തിൽ, ഒരു പാർട്ടി യൂണിറ്റിൽ ഇത്രയും മോശമായ സംഗതികൾ നടക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഫണ്ടുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാൻ വേണ്ടി ഒരു പാർട്ടി സെക്രട്ടറിക്ക്, ഇന്ത്യയിലെ ഏറ്റവും ശക്തിയുള്ള ഒരു ഘടകത്തിൻ്റെ സെക്രട്ടറിക്ക് പത്രപ്രവർത്തകർക്ക് മുമ്പിൽ വേർക്കേണ്ടി വരുന്നു എന്നുള്ളത് വല്ലാത്തൊരു ദുര്യോഗമാണ്.